സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ രേഖപ്പെടുത്തുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ഹെലി ടൂറിസം, സീ പ്ലെയിൻ, കാരവാൻ ടൂറിസം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ സമയം കുറയ്ക്കുന്നതിനും ഭൂപ്രകൃതി ആസ്വദിക്കുന്നതിനും സഞ്ചാരികളെ പ്രാപ്തരാക്കുന്നതിനുമായി ഹെലി ടൂറിസം നടപ്പിലാക്കുന്ന മുന്നോടിയായി ഹെലി ടൂറിസം നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മനോഹാരിത പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ആസ്വദിക്കുന്നതിന് വഴിയൊരുക്കുന്നതോടൊപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും സഞ്ചാരികളെ പ്രാപ്തരാക്കുന്നതിനുമാണ് ഹെലി ടൂറിസം ആവിഷ്കരിച്ചത്. അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല സാർ. അത് ട്രിപ്പുകൾ തെരഞ്ഞെടുക്കുവാനും ബുക്ക് ചെയ്യുവാനും ഉതകുന്ന തരത്തിലൊരു മൈക്രോ സൈറ്റ് ഒരുക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര വകുപ്പിന് പുറമെ റവന്യൂ, ഗതാഗതം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, ആഭ്യന്തരം, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ സാധ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സീ പ്ലെയിനിലൂടെ കായലിലും കടലിലും മാത്രമല്ല ഡാമുകളിലും ഇറങ്ങുന്നതിനുള്ള സൌകര്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗത്വം 20 ലക്ഷം കഴിഞ്ഞതായി മന്ത്രി വി. ശിവൻകുട്ടി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. എന്നാൽ അംഗീകൃത തൊഴിലാളി യൂണിയനുകളുടെ സർട്ടിഫിക്കറ്റുകളോടുകൂടി വ്യാജ അംഗങ്ങൾ കടന്നുകൂടുന്നു എന്ന പരാതി അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബോർഡിൽ വ്യാജ മെമ്പർമാരെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള ജില്ലാതലത്തിലുള്ള സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങോട്ട് ചോദിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 150 കോടി രൂപയും ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 100 കോടി രൂപയും വായ്പ അനുവദിച്ചിട്ടുണ്ട്.